ഹലോ ഗായ്സ്, ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴേ നല്ല ഒന്നാന്തളം മത്തി ചാള ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 പൗണ്ട് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 പൗണ്ടും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 5 പൗണ്ടിൻ്റെ ബോക്സ് ഇരിക്കുന്നുണ്ട് മോളെ, അതെടുത്തൂടെയെന്ന്. എന്നാൽ പിന്നെ ബോക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബോക്സിൽ മേടിക്കുമ്പോൾ എന്താണ് ഉപകാരമുള്ളതെന്ന് വെച്ചാൽ സിംഗിൾ പീസായിരിക്കും. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് സിപ്പ് ലോക്ക് ബാഗിലൊക്കെ ആക്കി മാറ്റി വയ്ക്കാം. നമ്മൾ സാധാരണ മീൻ മേടിച്ച് ഫ്രീസറിൽ വെച്ചാൽ കട്ടയായിട്ടല്ലേ വരിക. ഇതങ്ങനെ വരില്ല കേട്ടോ. എനിക്ക് സാധാരണ കോൽപ്പുളി ഒഴിഞ്ഞൊഴിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നാളെപ്പാൽ ഒഴിക്കാത്ത മീൻ കറിയാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും പുള്ളിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും നാളെപ്പാൽ ഒഴിച്ച് മാങ്ങയിട്ട് കുടപ്പുള്ളി ഇട്ട കറിയൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ വെച്ച് ഞാനും അങ്ങനെ ശീലിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് മീൻ കറി വെച്ചുകൂടാ. ചാള നന്നാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ കോൽപ്പുളി ചൂടുവെള്ളത്തിലിട്ടാൽ നന്നായി കുതിർന്ന് കിട്ടും കേട്ടോ, നമുക്ക് ആവശ്യം വേണ്ട നേരമാകുമ്പോഴേക്കിനും. അപ്പോൾ ചാളക്കുട്ടനെ ഉപ്പിട്ട് നന്നായി കഴുകിയ ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും 1 തക്കാളി നീളത്തിൽ എരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വയ്ക്കുക. നന്നായി വെട്ടി തിളയ്ക്കണം കേട്ടോ. ചാള മൂടി കിടക്കുന്ന പരുവത്തിന് വെള്ളം വേണേ. ഇത് നന്നായി വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പുളി വെള്ളം ഒഴിക്കേണ്ട സമയമായി. 2 പ്രാവശ്യം ആ പുളി പിഴിഞ്ഞെടുക്കുക. ഓൾമോസ്റ്റ് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ അതും നന്നായി തിളപ്പിക്കണം. ഇപ്പം നമ്മുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക, കുറച്ച് ഉലുവ ഇടുക, കറിവേപ്പില വേണമെങ്കിൽ ഇടാം. പിന്നെ നല്ലോണം ചുവന്നുള്ളി ഇട്ടിട്ടാണ് കാച്ചുന്നതെങ്കിൽ സ്വാദ് കൂടും. എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സവോള ഇട്ടു. നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ സവോള വഴറ്റിയിട്ടോ. ഇനി നമുക്കിത് മീൻകറിയിലോട്ട് ഒഴിച്ച് താളിക്കാം. നല്ല മണം വരും കേട്ടോ. ഈ മീൻകറി ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് സ്വാദ് കൂടുക. ആ കോൽപ്പുളിയുടെ പുളിയൊക്കെ ആ മീനിലോട്ട് പിടിച്ചിട്ട് ഓഫ്. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് മീൻകറി കൂട്ടി മാമുണ്ണാൻ പോവാട്ടോ. പോരുന്നോ എൻ്റെ കൂടെ മാമുണ്ണാൻ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.